ഇത് 20, ഇത് 15. രണ്ടും ഒരേ, അത് ഒരു സീരീസിൽ ഒരേ പാക്കേജ് ആയിരിക്കും. ഒരു സീരീസ് ഇൻവേർട്ടേഴ്സ് വരുമ്പോൾ അതിന് ഒരേ പാക്കേജ് ആയിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഡിഫറെന്റ് കപ്പാസിറ്റി ആണെങ്കിൽ പാരൽ ചെയ്യാം. അതായത് 15, 20 പാരൽ ചെയ്യാം. അത് ഒരു സീരീസ് പാരൽ ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടിനും സെയിം ആംബിയർ ആണ് പിള്ളേർട്ട് ചെയ്യുന്നത്. ബാറ്ററീസിന്റെ അകത്ത് നമുക്കിത് ഒരു ഹിറ്റാണ്. ഓക്കെ, ഇതാണ് ബേസ്. ഇതൊക്കെ എടുക്കാം നമുക്ക്. ഇതിപ്പോ 2.56 ഒരു പാക്കാണ്. ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാം. ഇതാണ് ഇതിന്റെ ബേസ്. ഈ ബേസിലേക്ക് ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ലൈക്ക് ഇങ്ങനെ വെക്കാം. ഇനി അടുത്ത പാക്ക് ഇത്. സോ അടുത്ത പാക്ക് എടുക്കുന്നു, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിട്ട് മൂന്നാമത്തെ പാക്കല്ല, ഇതാണ് നമ്മളെ HP ബോക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ബാറ്ററി വരുന്നത്. അതെ, ഇതിപ്പോ 2 ബാറ്ററി വെച്ചു. ഞാൻ ഇപ്പൊ 5 കിലോവാട്ടിന്റെ സിസ്റ്റമാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. സോ 5 കിലോവാട്ടിന്റെ പാക്കിൽ ഇതാണ് 2 എണ്ണം വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് HP ബോക്സ് ആണ്. HP ബോക്സ് നമ്മൾ ഇതിന്റെ ടോപ്പിൽ വെക്കും. ഇതിന് അത്രയും വെയിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് യു ക്യാൻ ക്യാരി. ഇതാണ് 5 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക്. ഇതിലാണ് 5 കിലോവാട്ടിന്റെ ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത്. ഇതൊരു 5 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കാണ്. ഇതിന്റെ ഒരു ടോപ്പ് കവറും കൂടി ഉണ്ട്. ഇതും കൂടി വരുമ്പോഴത്തേക്ക് ഇത് ഈ മോഡലിൽ വന്ന് കിടക്കും. ഇത്തിരി ഉണ്ടാവും. വാൾ മൗണ്ടഡ്, ഇത് സ്റ്റാൻഡാണ്. വാൾ മൗണ്ടഡ് ഐ വിൽ ഷോ യു ഡിഫറെന്റ്. ഓക്കെ, ഇത്തിരിയാണ് വരുന്നത്. ഇനി ഇതിന്റെ കണക്ഷൻസ് പറഞ്ഞുതരാം. സോ കണക്ഷൻസ് വരുമ്പോൾ നമ്മളിവിടെ പ്ലഗ് ആൻഡ് മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഡോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ കണക്ടേഴ്സ് ഇല്ലേ, ഇത് വിത്ത് BMS കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത് കേട്ടോ. അതായത് ഡാറ്റ പ്ലസ് പവറാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു. ഇത് ഒരു ആംഗിളിലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്യുക, ഡൺ. ഇനി ഇവിടെ കണക്ട് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, ഡൺ. കണക്ഷൻ ഡൺ. ഇത്തിരി കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ അത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത പാക്കിൽ വെക്കുന്നു, പ്ലസ് ചെയ്യുന്നു, HP ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്നു. ഔട്ട് വരുന്നത് HP ബോക്സ് ഔട്ട് HP എന്നാണ് വരുന്നത്. ഇതിപ്പോ ഇങ്ങനെ വെച്ചു, പ്രസ് ചെയ്തു. ഇത് സോൾഡിന്റെ ബാറ്ററി അല്ലേ? ഇത് സോളിൻ്റെ തന്നെയാണ്. നമ്മൾ ലിഥിയം വാലി എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് ഇതേ പാറ്റേൺ ആയി വരിക. ഇത് ഇത്തിരിയേ ഉള്ളൂ കണക്ഷൻ. ഇത് കഴിഞ്ഞു. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ കേബിൾസ്, ഇത് ഇൻവെർട്ടറിലേക്കുള്ള കേബിളാണ്. 10 സ്ക്വയർ mm ആണ് ഇത് വരുന്നത്. ഹൈ വോൾട്ടേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ മതി. ഇതിന്റെ കണക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആൻഡർസൺ കണക്ടേഴ്സ് ആണ്. ആൻഡർസൺ കണക്ടേഴ്സ് നമ്മൾ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുന്നു, ഇവിടെയും പ്രസ് ചെയ്യുന്നു. ഇതിന് വേറെ ബോക്സ് ഒന്നും വേണ്ട, ഫ്യൂസ് ബോക്സ് ഒന്നും വേണ്ട. ഇത് നേരെ ഇൻവെർട്ടറിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ കോസ്റ്റ് സേവ് ചെയ്യാം. സോ അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുക. സോ യു ക്യാൻ സീ ദ ഹൗ ഇറ്റ് ഈസ് ഓൺ. ജസ്റ്റ് 5 സെക്കൻഡ്സ് ഓൺ ചെയ്താൽ അവിടെ അപ്പോൾ ഓണായാൽ ഒരു 3 സെക്കൻഡ്സ് ഇറ്റ് വിൽ ഹോൾഡ്. ആ ഫാൾട്ട് എന്നുള്ള ഇൻഡിക്കേഷൻ പോകുമ്പോഴത്തേക്ക് SOC കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കാണിക്കും. ഇതിനകത്ത് മോണിറ്റർ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻവെർട്ടറിലേക്കാണ് ഇതിൻ്റെ BMS കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സ്ക്രീൻ അതിനകത്ത് തന്നെ കാണാം. സ്ക്രീൻ അതിൻ്റെ അകത്ത് കാണാം. സോ ഇത് ഓണായി കഴിഞ്ഞാൽ ഈ കേബിൾസും നമ്മൾ ഇതിൻ്റെ കൂടെ തരും. ഇതാണ് നമ്മളെ BMS ടു ഇൻവെർട്ടർ കേബിൾ. സോ ഇത് നമ്മളിവിടെ ഈ ഡാറ്റ പോയിന്റ് ഇല്ലേ, ഇവിടെ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു, ഇതെടുത്തിട്ട് ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഫുൾ ഡീറ്റെയിൽസ് ഇൻവെർട്ടറിൽ ഉണ്ടാവും, ഈവൻ സെൽ ലെവൽ ഡാറ്റ. ഇതാണ് ഇൻവെർട്ടർ വരുന്നത്. ഇൻവെർട്ടറിൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ പാർട്ട്. ഇവിടെ നമുക്ക് സോളാർ വരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ബാറ്ററിയുടെ ഇൻപുട്ട് വരുന്നത്. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ വേറൊരു പ്ലഗും കൂടി വരും, അതിലാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ദിസ് ഈസ് യുവർ ബാക്കപ്പ് ഔട്ട്പുട്ട്, ദിസ് ഇസ് യുവർ ഓൺ ഗ്രിഡ് ഔട്ട്പുട്ട്. MPPT 3 MPPT ആണുള്ളത്, 2 MPPT ആണുള്ളത്. ഇത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് പവർ ബട്ടൺ വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ വാങ്ങിക്കണം. സോൾട്ടേക്ക് തന്നെ വാങ്ങിക്കണം. ഏത് അത് നിങ്ങൾക്ക് ഏത് പവർ ബട്ടൺ, അത് നമ്മളെ പ്രസ് ബട്ടൺ ഇല്ലേ, നമ്മളെ എമർജൻസി പുഷ് ബട്ടൺ ഇല്ലേ,